ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ നമ്മൾ എത്തിക്കുന്നത്. വിജയകുമാർ ഈ പാർക്കിൽ വന്നിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ MLA സനീഷ് കുമാർ ജോസഫ് അദ്ദേഹത്തോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്കൾ ഓർമ്മയുണ്ടെന്നല്ല നമ്മളൊരു ഹെലികോപ്റ്റർ പര്യടനം നടത്തുന്ന സമയത്ത് അല്ലേ? ഓക്കെ, താങ്കളെ നമ്മൾ ആശംസിച്ചു വിട്ടു. ജയിച്ചോ, മറന്നോ? ഓക്കെ രണ്ടാളെ ആശംസിക്കുമ്പോൾ നമ്മള് ജയിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അബദ്ധം പറ്റിയതാ. തോൽക്കാൻ ആള് വേണല്ലോ. ഓക്കെ അങ്ങനെ ഫുൾ നെയിം എങ്ങനെയാ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, അപ്പം ഈ പാർക്കിനെ കുറിച്ച് MLA ഒരു അഭിപ്രായം? ഇത് ചാലക്കുടിയുടെ അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ പേരിലുള്ള ഒരു പാർക്കാണ്. ഒരു സാധാരണക്കാരനായി ജനിച്ച് നാടൻ കലകളെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ചാലക്കുടിയുടെ യശസ് ഉയർത്തിയ ചാലക്കുടിയുടെ മഹാനായ കലാകാരനാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ഒരു പാർക്കാണ് കലാഭവൻ മണി പാർക്ക്. അവിടേക്ക് ഈ പാർക്ക് മുഴുവൻ സമയം തുറന്നു കിടക്കുന്ന പാർക്കാണോ? അപ്പൊ നമ്മളിതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ആദ്യഘട്ട നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് കയ്യിൽ കൊടുത്തു നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഘട്ടം 4 കോടിയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇപ്പോൾ ഒരു 10 കോടിയുടെ പ്രപ്പോസൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. അത് പാസ്സാവുന്ന പ്രതീക്ഷിക്കാം. ഇപ്പൊ MLAക്ക് സുഖമായിരിക്കുന്നു? ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇത് ഏത് മുനിസിപ്പാലിറ്റി ആയത് ശരിക്കും? ചാലക്കുടി മുനിസിപ്പാലിറ്റിയാ. ചെയർമാന്റെ മുഴുവൻ പേരെങ്ങനെ? തിരുമുൽപ്പാടിന്റെ ഒരു രാഘവൻ തിരുമുൽപ്പാടിന്റെ അങ്ങയുടെ മുഴുവൻ പേരെങ്ങനെ? ഷിബു ആലപ്പൻ. അപ്പൊ നമ്മള് കേരളത്തിൽ ഇങ്ങനെ എല്ലാ ജില്ലകളും കടന്നിങ്ങനെ വരിക. ഇപ്പം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കയറി ഇന്ന്. അപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിലും കടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ രാസലഹരിയിൽ നിന്ന് ഒരു പഞ്ചായത്ത് പോലും കേരളത്തിൽ മുക്തമല്ല. അല്ല, ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ലഹരിക്കെതിരെ പടപൊരുതും 24 അഭിവാദ്യങ്ങൾ. അങ്ങേക്കും അഭിവാദ്യങ്ങൾ. പേരെന്താ? ജോസ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്? ചാലക്കുടി ഈ ലഹരി വിപത്തിനെതിരെ ശക്തമായ നടപടികൾ ഞങ്ങൾ അതിന്റെ വിപുലമായ സംഘാടക സമിതിയൊക്കെ വിളിച്ച് ഒരു പരിപാടിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 7-ാം തീയതി അതിന്റെ ഒരു മെഗാ ക്യാമ്പയിൻ ചാലക്കുടിയിൽ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തും. ഒന്നിച്ച് കാസർഗോഡ് വരെ പോയാലോ? തീർച്ചയായിട്ടും, ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് ഇതില്. MLA ഒക്കെ സാക്ഷരത്തിക്കൊണ്ട് ഞാൻ പറയാം, നമ്മുടെ BJP നേതാവ് ഉണ്ടല്ലോ, ഇത് പൊതുപ്രവർത്തകർക്ക് പറ്റി പണിയാണ്. ഒന്നും ഇത് ശരിയാവില്ല. അങ്ങനെയില്ല. മുറിയിലിരുന്ന് അപകടം പിടിച്ച് ഇങ്ങനെ നമ്മുടെ ഈ ബോഡി ഒക്കെ വേറെ ഇതിലാ വർക്ക്. അല്ല, ഞങ്ങളെ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിയുടെ കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയ നാടാണ്. മത്സരം എന്തായാലും ഈ കാര്യത്തില് ഈ ലാസലഹരിക്കെതിരെ ഞങ്ങള് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശക്തമായ നടപടി. സത്യമായിട്ട് ഞങ്ങൾ അതിനുള്ള ഊർജിതമായുള്ള ശ്രമം നടത്തും. നമ്മള് MLA 20-ാം തീയതി നമ്മള് കാസർഗോഡ് എത്തും. അപ്പൊ നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ അവസാന രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. 24-ഉം അതുപോലെ തന്നെ SKയും നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിന് ചാലക്കുടിയിലെ ജനതയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. വളരെ അഭിമാനത്തോടുകൂടി നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. കാരണം കേരളം നേരിടുന്ന ഈ വെല്ലുവിളിയെ, അതിനെ പ്രതിസന്ധി നേരിടാൻ വേണ്ടി സാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജാതിമത രാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അണിചേരാണ്. എല്ലാവിധമായ ഇമ്പാക്ട് ഉണ്ട്. റെയ്ഡൊക്കെ ഒരുപാട് കൂടി, പരിശോധനകൾ ഒത്തിരി നടക്കുന്നു. അപ്പോൾ മാത്രമല്ല പലരും ഈ 500 ഗ്രാം MDMA എന്ന് വെച്ചാൽ ഒരു തരി മതി ഒരാൾക്ക് വിറ്റാവാൻ. രാഷ്ട്രീയക്കാര് ചെയ്യാത്തൊരു കാര്യമാണ് അങ്ങ് ചെയ്യണത്. ഞാൻ ചാലക്കുടി നഗരസഭാ കൗൺസിലർ ബിന്ദു ശശികുമാർ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സാമൂഹ്യ സൂചികകളിൽ നമ്മൾ എന്നും മുൻപന്തിയിൽ നിൽക്കുകയാണ്. പക്ഷെ നമുക്കെതിരെ ഇന്ന് ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും. നമ്മളെല്ലാവരും, ഒരാൾ മാത്രം തീർച്ചയായും എല്ലാവരും, അതെ, കോവിഡ് നേരിട്ട് നമ്മൾ അതിൽ നിന്ന് വിമുക്തി നേടിയവരാണ്. അപ്പോ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മരിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഞാൻ മുന്നിൽ കാണും. തീർച്ചയായും ഞങ്ങളെല്ലാവരും പ്രിൻസിപ്പളാണ്. നമസ്കാരം. സിസ്റ്ററുടെ മുഴുവൻ പേരെങ്ങനെയാ? ഞാൻ പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ ഐറീൻ. ഞാൻ ചാലക്കുടി സെക്രട്ടറി ആർട്ട് കോളേജ് വിമൻസ് കോളേജാണ്, ഓട്ടോണമസ് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അവിടെ എത്ര കുട്ടികളുണ്ട് സിസ്റ്ററെ? ഞങ്ങളുടെ കോളേജിൽ ഏകദേശം പെൺകുട്ടികൾ ഏകദേശം 800ഓളം കുട്ടികളാണ്. പക്ഷെ നമ്മുടെ ഈ ക്യാമ്പസിൽ ലഹരി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. വരാന്തകളിലൊക്കെ കറങ്ങുന്ന ഈ വിൽപ്പനക്കാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കാര്യം ഇതിനകത്ത് എന്റെ സ്കൂള്, നിന്റെ സ്കൂൾ, എന്റെ കോളേജ്, എന്റെ കോളേജ്, അങ്ങനെ പരിപാടി ഇല്ല. നമ്മൾ ഏത് കോളേജിലും വരാം. കാരണം അറിയാം, നമ്മൾ കണ്ട പാറശാല, തിരുവല്ല, പത്തനംതിട്ട ഈ സ്ഥലത്തൊക്കെ തന്നെ കൂൾ മിഠായി വിതരണം ചെയ്ത് അതിനകത്ത് ലഹരി കയറ്റി വിടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാത്രമല്ല, ഇതൊക്കെ സിസ്റ്ററോടൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 2 ഭാഗമാണ്. ഒരു ഭാഗം എല്ലാ പൊതുജനങ്ങളും കൂടെ തുറന്നു കൊടുക്കാവുന്ന റിപ്പോർട്ട്. രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലാണ്. അതായത് ഇതിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകരായാലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പടം വെച്ച് നമ്മൾ കൊടുക്കും. സാധാരണ റിപ്പോർട്ട് അത്യാവശ്യം സൂചിപ്പിച്ചൊക്കെയല്ലേ കൊടുക്കുന്നത്. ഇതിനകത്ത് സുഖം കാണത്തില്ല. അത് ആദ്യ ഭാഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും, 2ാം ഭാഗം മുഖ്യമന്ത്രി തുറന്നു കൊടുക്കും. നമ്മുടെ കലാലയത്തിന്റെ മതിലുകളിലും അങ്ങനെ ഏതെങ്കിലും സംശയാസ്പദ ആരെങ്കിലും വന്നാൽ ഉടനെ തന്നെ നമ്മുടെ വാച്ച്മാർ പോയി ആരെയും ഇങ്ങോട്ട് കയറ്റാൻ നമ്മൾ സമ്മതിക്കില്ല. പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും കാലത്തെ പരിചയം പ്രിൻസിപ്പലായിട്ട് എത്ര കാലമായി? ഞാനിപ്പോ 9 വർഷമായി. 9 കൊല്ലത്തിനുള്ളിൽ അനുഭവം വെച്ച് ഒരുപാട് കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഡീൽ ചെയ്യും. അവരാണല്ലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊരു 600 കേസ് പിടിച്ചപ്പോൾ ഈ 2 മാസം പിടിച്ചപ്പോൾ അതിൽ 10% കുട്ടികളെ പെൺകുട്ടികളാണ്, 30% പ്രായപൂർത്തിയാകാത്തവരാ. അപ്പൊ അതിന്റെ കണക്ക് വലിയ അപകടം പിടിച്ചതാണ്. നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകമായി ഈ നമ്മുടെ മൊബൈൽ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിനായിട്ടുള്ള പല ശ്രമങ്ങളും പ്രത്യേകിച്ച് വരെ നമുക്ക് നിരീക്ഷണം നമ്മുടെ കലാലയത്തിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയാൽ ആ വിധത്തിൽ നമ്മൾ അതിനുള്ള മാർഗ്ഗനിർദ്ദേശം കൊണ്ട് അതിലുപരിയായിട്ട് നമ്മളിപ്പോൾ ഈ പഠനം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വിദേശത്ത് പോണതിന് പകരം പഠനവും കരിയറും ഒരു ലഹരിയാക്കി മാറ്റാനുള്ള ഒരു പുതിയ ഉദ്യമങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വിജയകുമാറിന് പ്രകൃതിക്ക് ഒരു പണി കൊടുക്കാന്ന മരണം വരെ ഉപവാസം അങ്ങ് അനൗൺസ് ചെയ്താലോ?